വാഷിംഗ് മെഷീൻ ഒന്ന് നന്നാക്കാൻ ചാച്ചനോട് പറഞ്ഞൂടെ? അല്ലാതെ ഇവിടെ കിടന്ന് ഈ മരിച്ച പണിയെടുക്കേണ്ട വല്ല കാര്യം? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നീ അല്ലല്ലോ ഇഷ്ടപ്പെടുന്നത്, ഞാനല്ലേ. നീ ആ തുണിയെല്ലാം കൂടെ വെള്ളത്തിൽ മുക്കിയിട്ടെ കയറി അകത്ത് പോകാൻ നോക്ക്. അമ്മ മാത്രമൊന്നുമല്ല ഇവിടെ കിടന്ന് പണിയെടുക്കണം. എടി, നീ അമ്മച്ചിയുടെ ചട്ടയും മുണ്ട് കൊടുത്തായിരുന്നോ? ആ, എടുക്കാം. ഒന്നുകൂടെ ആണോ? എന്നാ പോക്കറ്റ് വെച്ചു. ട്രാഫിക് ആണ്ട. കളി കഴിഞ്ഞ് കട്ട് ഓഫ് ഇടാം. എന്തോ അടി ഇത് കണ്ടോ നിങ്ങളുടെ മോനെ തനിക്കണം? ഇത് വലിച്ചു കയറ്റാൻ അവൻ എല്ലാ ദിവസവും പുറത്തോട്ട് വന്നു. എന്റെ മാതാവേ, ഞാൻ എന്നതേ കാണുന്നത്? എന്റെ കുടുംബത്തിൽ ആർക്കും ഇല്ലാത്തൊരു ദുശീലവാ. വെറുതെ ഇവിടെ കിടന്ന് പോകാൻ അവനോട് പോയി ചോദിക്കാൻ ശരിയാക്കും. നീ കണ്ടോ ഇതിനായിരുന്നു അവൻ എന്നും എടുത്തോണ്ട് പോയി. നീ ശരിയാക്കും. ഫാമിൽ പൈകളില്ല, ലോണിൽ ബാക്കിയില്ല, ബാങ്കിൽ കാശ് അടച്ചില്ല. മേലെ നീല നിറം, താഴെ കുന്നുകുഴി, മുന്നിൽ കളിക്കാലം. നീ എവിടെ ആയിരുന്നാ ജോമോനെ? ഞാൻ ഈ കോഴിയുടെ പൂട പറിച്ചു വരച്ച് എൻ്റെ ഊപ്പാടിളകി. പിന്നെ ഇവമാര് വന്നപ്പോഴാ പറഞ്ഞ് കോഴിയുടെ പൂട പറിക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണമെന്ന്. ഇപ്പം നന്നായിട്ട് പറിക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് നിനക്കൊരു വിഷമം പോലെ? ക്യാപ്റ്റൻ മാർവലോ തെറിയും വിളിച്ച വല്ലതും പറഞ്ഞു കാണും. ക്യാപ്റ്റൻ മാർവലോ? അതാരടാ? ഇവന്റെ കളിമേറ്റ്, ലുഡോ കളിമേറ്റ് ഫ്രം ബംഗളൂർ. ചോദിച്ചാ പറയും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ ശരിയാക്കാനാണ്. ശരിയാവുന്നുണ്ടോ നിന്റെ പ്രൊണൗൺസിയേഷൻ? അളിയ, എന്റെ ഇംഗ്ലീഷ് അത്ര പോരടാ. നീ ഒന്ന് പോയടാ. ഇവിടെ ഒന്നാമതേ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ. പൂമരം പുത്തുലഞ്ഞേ അപൂത്തുമ്പി പാറി വന്നേ, ഇന്നെ നെഞ്ചകത്തിൽ ടെൻഷൻ അപ്പിടാൻ പോണോ? വിശാലമായ പറമ്പാണ് കിടക്കുന്നത്. കക്കൂസ് വേണമെങ്കിൽ 2 എണ്ണം അകത്തുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, പോയിക്കോ. നിർത്തിക്ക്, മതി. മസാല വിശക്കാൻ തുടങ്ങി. നീ ആ ക്യാപ്പിങ് വെച്ചല്ലോ. എടാ സുന്ദര, നിമ്മിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ച. അതിന് 18 വയസ്സാവുക. ഈ മുട്ടിഞ്ഞ കൊറോണ കാരണം സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചേ മൊത്തത്തിൽ 18 വയസ്സ് തികയാൻ കാത്തുക്കായിരുന്നില്ലേ സർപ്രൈസ് കൊടുക്കാൻ? അപ്പൊ നിനക്ക് പോക്സോ പേടിയുണ്ട് ചെറുതായിട്ട്. നല്ലതാണ്. ഒരു കപ്പിൽ വെള്ളം എടുത്തു. ഇനിയിപ്പൊ ഞാൻ സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്നതിൻ്റെ കൂടെ അവള് പോയാലോ? പെണ്ണുങ്ങൾക്ക് ഇല്ലേ മോഹങ്ങൾ, പോരാത്തതിന് വീട്ടിലിരിപ്പും. അതാ പേടി. സംഭവം ശരിയാടാ. കഴിഞ്ഞ ആഴ്ച എന്റെ വീടിന്റെ അടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു ചേച്ചി ഒളിച്ചോടി പോയടാ കാമുകന്റെ കൂടെ. അങ്ങനൊന്നും പറയല്ലേടാ. ദിവ്യപ്രണയ എക്സിസ് മാൻ. മാംസ നിബന്ധമല്ല രാഗം കേട്ടിട്ടില്ലേ? ഇല്ലടാ, ഞാൻ CBSE അല്ലേ. നീ ടെൻഷൻ അടിക്കല്ലേ, ഞങ്ങൾ വരാൻ കൂടെ. വെൽക്കം. കർത്താവേ, കരിയല്ലേ. ഇതിന്റെ മേളിലേ കരിയെല്ലാം ചവറൊക്കെ കൂട്ടിട്ടോ. ഞാനിതൊന്ന് കഴുകിയിട്ട് വരാം. എടാ കപ്പ് കണ്ണി കണ്ടതെല്ലാം വാരിട്ടോ. അങ്ങനത്താ ഇതിലൂടെ എത്തിയിട്ടുണ്ടല്ലോ. ജോമോനെ കത്തിച്ചോ. ഞാൻ കത്തിക്കണം. ഞാനൊന്നേ മുള്ളിയച്ചും വരാം. ഞാനും വരണം. വേണ്ട, മുള്ളാനാ, മൂന്നാറിലേക്കല്ല. ഓക്കെ, കത്തിക്ക് ചോമോനെ. പെട്ടെന്നാവട്ടാ. കത്തിക്ക് വേണോ? ഞാനും കത്തിക്കാം. കരിയെല്ലാം തണുത്തിരിക്കുക, അതാ കത്താത്ത്. കത്തുമ്പോ ചൂടാവുമല്ലോ. പണിയെടുക്കും. കുറച്ച് എണ്ണയുടെ ആവശ്യമുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. തീ കെടാതെ നോക്കണേ. നോക്കിക്കോളാം. അവനെന്ത് പറ്റി? എരിവുള്ള മുളക് വിട്ടു
തട്ടി. ഓ സോ സ്പൈസി. ആമസോണിൽ കയറി നോക്കാം, ഓഫർ എന്തെങ്കിലും ഉണ്ടാവും. എൻ്റെ ഉള്ളിലും എനിക്ക് ചുറ്റും നീ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങു തിരിഞ്ഞാലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പ്രണയത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനും അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കാച്ചിന്റെ ഫീലുണ്ട്. എടാ തെണ്ടികളെ, നോക്കി ഫോണും പിടിച്ചിരിക്കാണ്ടാ, തീ എടുത്തതാ. എടാ അത് പിടിക്കില്ലടാ, അത് റംബൂട്ടാന്റെ മുമ്പാണ്, അമ്മ തല്ലൂടാ. ഈ വീട്ടിലൊരു ബക്കറ്റും ഇല്ലേ? ആരെങ്കിലും ഫയർ ഫോഴ്സിനെ വിളിക്കടാ. ബക്കറ്റ്. അയ്യോ കേട്ടോ, ഇതിപ്പോ എന്താ ചെയ്യണ്ടേ? കുടിക്കടാ. ഒരു 10 മിനിറ്റ് ഇതൊന്ന് നോക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ? എടാ 10 മിനിറ്റ് ആയില്ലടാ. ഇതൊട്ട് വെന്തും കാണത്തില്ല. ചൂട് ചൂട്. ഓ മൈ ഗോഡ്. ശരിക്കും മുരിഞ്ഞ് കരിഞ്ഞ്